ഇത് നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. അപ്പം ഇത് ഞാൻ എടുത്തു വെച്ചിട്ട് 2-3 ദിവസമായി. കഴിഞ്ഞ ഒരു അവധി കിട്ടിയ ദിവസമായിരുന്നു ഞാൻ ഇത് എടുത്തു വെച്ചത്. പക്ഷെ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നായിരുന്നു. ഇന്നാണ് ഞാൻ ഇതിന് ഓഡിയോ ഒക്കെ കൊടുത്ത് എല്ലാം എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ കോലം ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം സ്നീക്ക് പീക്ക് കണ്ടില്ലേ, അതുകൂട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കണം. അപ്പം ഞാൻ ഒരു മാറ്റോടി വരുത്തുന്നുണ്ട്, ഇപ്പുറത്ത് വേറൊരു ടേബിളും കൂടി ഇടുന്നുണ്ട്. അതാ എൻ്റെ റൂമിലെ ഫസ്റ്റ് മെയിൻ മാറ്റം. അപ്പോൾ ഇതൊക്കെ അച്ഛൻ കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇനി ഒന്ന് അടുക്കി പറക്കി വെക്കണം. പിന്നെ ലാമ്പുകളുടെയൊക്കെ അൺബോക്സിങ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കാണാറുള്ളവർ പോയി കാണാം. ഇനി പെൻ ഹോൾഡേഴ്സൊക്കെ ഞാൻ വൈറ്റ് പെൻ ഹോൾഡർ ഞാൻ നേരത്തെ വാങ്ങിച്ചതായിരുന്നു, അതിൻ്റെ അൺബോക്സിങ് ഞാൻ ഇട്ടിട്ടില്ല യൂട്യൂബിൽ. പിന്നെ ആ വയലറ്റ് കളറിലെ അത് ഞാൻ നീനു ഷാജി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ പേജിൽ നിന്ന് കണ്ട് ഇൻസ്പയർഡായിട്ട് വാങ്ങിച്ചായിരുന്നു. അത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാൽ അതിനത്ര 336 രൂപ അത്രയെങ്ങാണ്ടായിരുന്നു അതിന്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കി. പിന്നെ ഉള്ളത് 3 ലാമ്പുണ്ട്. ഒന്ന് റൈറ്റിംഗ് ലാമ്പ് എന്നങ്ങനെ അതിൻ്റെ പേര്. പിന്നെ ഒന്ന് മറ്റേ ശിവൻ്റെ മറ്റേ റൗണ്ട് ഷേപ്ഡ് ഇടയ്ക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ ഉള്ളത് ഒരു ചെറിയൊരു മിനി ലാമ്പ്. അത് ഇത്രയും ഞാൻ ഡിയോഡാപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു. പിന്നെ ഉള്ള ഒരു ചെറിയ മിനി നോട്ട് ബുക്സൊക്കെ ഒന്ന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായത് നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോ. ഞാൻ ഇതിന് മുന്നേ ഇപ്പുറത്തെ ഇടാനുള്ള ടേബിളിൻ്റെ ഫ്രണ്ട് മേൽവശം എന്ന് പറഞ്ഞാൽ അതൊരു വുഡിൻ്റെ ഒരു കളറായിരുന്നു. അപ്പോൾ അതൊന്ന് മാറ്റി ഫുൾ വൈറ്റ് അടിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. വൈറ്റ് ഫുൾ അടിച്ചുകൊണ്ടിരിക്കലെ അടിച്ച് കഴിഞ്ഞിട്ട് അത് ഉണങ്ങാനിട്ടപ്പം അതങ്ങോട്ട് പെട്ടെന്നൊന്നും ഉണങ്ങി കിട്ടുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ച് അതിൻ്റെ മണ്ടയ്ക്കൊരു വൈറ്റ് ക്ലോത്ത് അങ്ങിടാം. പിന്നെ സമയമുള്ളപ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് പെയിൻ്റ് അടിച്ച് 2-3 ദിവസം ഉണക്കാനിടാം എന്ന് വിചാരിച്ച്. ഇതിപ്പോൾ എനിക്ക് പെട്ടെന്ന് ചെയ്യണ്ടേ, അല്ലെ പിന്നെ ഇനി അവധികളൊന്നും കിട്ടത്തില്ല. അപ്പം പഠിത്തവും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് പോകണ്ടായോ. അപ്പം അതിന് വേണ്ടിയിട്ട് അന്നൊരു ദിവസം അവധി കിട്ടിയപ്പം വൈകിട്ട് 3 മണിയൊക്കെ ആയപ്പോൾ ഇരുന്ന് ചെയ്തേ. പെട്ടെന്ന് തീർന്നു, ഒത്തിരി സമയമൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെ ഇതിൻ്റെ വോളിൽ കുറച്ച് സാധനങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാനതൊന്നും വീഡിയോ എടുത്തില്ല. ഇപ്പോഴാണ് ഞാനതെല്ലാം ഓർത്തത്. അതിന് ശേഷം ഞാൻ ടേബിൾ ഫുള്ളൊന്ന്, ഇത് സത്യം പറഞ്ഞാൽ വെറ്റ് വൈപ്സ് അല്ല, ഇതൊരു പെറ്റ് വൈപ്സ് ആണ്. ഇവിടെ വീട്ടിലെ 2 സാധനങ്ങൾക്ക് വൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. ഞാനതിൽ ഒരെണ്ണം അങ്ങ് അടിച്ചു മാറ്റി. അങ്ങനെ അത് വെച്ചിട്ട് ആദ്യം ഒന്ന് തുടച്ചു. അതിൻ്റെ മണ്ടയ്ക്കൂടി ആ ഒരു നനവ് പോകാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചു. പിന്നെ ഞാനതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഇത് വെച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ മറ്റേ ടേബിളിലോട്ടായിരുന്നു പോയത്. ഓഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല ഞാൻ കണ്ടത്, എൻ്റെ ഡ്രസ്സിലെ പെയിൻ്റ് അതിൽ കാണായിരുന്നു. പിന്നെ അതെല്ലാം ഞാനിത് ആദ്യം തേച്ചതാണ് ഞാൻ ഈ ക്ലോത്ത്, പിന്നെ വിരിച്ചത്. ഇത്രയായിരുന്നു നമ്മുടെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.